ഇക്കുറുണ്ടായിരുന്നു നല്ലൊരു അടി കാണാനും. നിനക്ക് അടി കണ്ടാ പോരാ, അതിന് ഇക്രു തന്നെ വേണമെന്നല്ല. നീ വാ പാടാ. നിർത്ത്. എന്താ ഷാജി, എന്താ ഇവിടെ ഒരാൾക്കൂട്ടം? ഒരു ഗുണ്ടേണ്, ഒരു വരത്തം ഗുണ്ട നമ്മുടെ ഇക്രൂനെ തല്ലാൻ വന്നതാ. അതൊക്കെയാണ് ഇവിടെയൊക്കെയാണ് മുള്ളംകൊല്ലി വേലായുധം വേണ്ടത്. നമുക്കൊണ്ടൊരു വേലായുധൻ മോഹൻലാലിന്റെ ഫിഗർ കൊണ്ട് ആകാര വടിവുണ്ട്, പക്ഷെ ചങ്കൂറ്റ മാത്രം ഇല്ല. അവൻ പോയി ഏറ്റില്ല ഷാജി. ഒന്ന് പോടാ അവിടുന്ന്, അങ്ങോട്ട് നോക്കിയേ. ഞാൻ വേലായുധൻ, മുള്ളംകൊല്ലി വേലായുധൻ. ഈ ചുക്കിൽ എന്റേതായ ചില ചട്ടങ്ങളുണ്ട്. ചട്ടം 1, ഈ ചുക്കിൽ ഒരേ ഒരു കറുത്ത ഗുണ്ട മാത്രം മതി. അത് ഞാൻ മാത്രമായിരിക്കും. ചട്ടം 2, ഈ ചുക്കിൽ ആരും ഓലമടൽ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഞാൻ എപ്പോ എവിടെയൊക്കെ ഓലമടൽ കുത്തുവെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ചട്ടം 3, ഒന്നുമില്ല. നീ പോടാ മോനെ ദിനേശ. എന്നോടാ നിന്റെ കളി? ഇവിടെ മോഹൻലാല് കൈവിട്ട് പോണ്. നിനക്ക് വിടല്ലേ? ഇന്ന് മേടിച്ചു കൂട്ടും. നിന്റെ കളി ഒരു വളിച്ച മോലാല് കിടക്കണം, പോടാ കിടക്കണം. അടി കൊണ്ടെങ്കിലെന്താ, മുള്ളംകൊല്ലി എന്തോ തീരുമാനിച്ച മട്ട. മോഹൻലാല് പോയിട്ടാ. ഇപ്പൊ ഇനി ആരാണ് ഈ കീരിയത്തലയിൽ ചുക്കിലുള്ളത്? ആ ഇക്കുനെ കണ്ടാ പറഞ്ഞേക്ക്, അവനെ ഞാൻ എവിടെന്നെങ്കിലും പൊക്കൂന്ന്. ഉപദ്രവിക്കുന്ന ജീവിതമാണ്. അല്ല പിന്നെ അയ്യോ ഭയങ്കര സാധനം പുള്ളി. കുതിരോട്ടം പപ്പൂനെ പോലെ ആക്കളഞ്ഞു മോഹൻലാലിനെ. ആരാ? ബെഞ്ചമിൻ ബ്രൂണോ. ആരാ? ഇക്രു. ഇക്രൂനെ തിരക്കാണ് ആ പുള്ളി ഇവിടെ കിടന്ന് ബഹളം വെക്കണത്. അതെല്ലാം ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ ചെല്ലാനാടാ? എന്ത് പറ്റിയത്? ഓ ഒന്നും പറയണ്ട, ആകെ മൊത്തം കഷ്ടകാല. അടി എവിടുന്നൊക്കെയാണ് കിട്ടുന്ന നൂറ് പിടുത്തമില്ല. ഇന്നലെ രാത്രി തന്നെ ഞാനൊന്ന് മൂത്തൊഴിക്കാൻ പുറത്തിറങ്ങിട്ട ഒറ്റ അടിക്ക് തന്നെ എന്റെ കണ്ണ് ചിമ്മിപ്പോയി. കണ്ണെന്തിനാണ് ജിമ്മി പോണത്? കണ്ണ് ജിമ്മിപ്പോയെന്നല്ല, കണ്ണ് ചിമ്മിപ്പോയെന്ന്. പിന്നെ ഞാനും നോക്കില്ല, വെട്ടോട് വെട്ടാൻ. ഓ അപ്പൊ ചേട്ടൻ അവരെ വെട്ടിയൊക്കെ നിരത്തിയല്ലേ? ഇവിടെ അമ്മാരെല്ലാം കൂടെ എന്നെ വെട്ടി വെട്ടി പീസാക്കി. പിന്നെ നാട്ടുകാര് പഴമ്പായി പൊഞ്ഞു കെട്ടി ആശുപത്രി കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴാണ് അതിലും രസം. ഡോക്ടർമാര് സമരത്തില്. പിന്നെ അവിടുത്തെ കമ്പൗണ്ടർമാരെല്ലാം കൂടെ എന്റെ ദേഹത്ത് പണി പഠിച്ച് എന്നെ ഈ കോലത്തിലാക്കി. പിന്നെ രാവിലെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴല്ലേ പ്രശ്നം. തോക്കിയുണ്ടാ? തോക്കല്ലെന്ന്,
വലത് കയ്യിൽ 7 വിരലും, ഈ കയ്യിലാണ് 3 വിരലും. ഭാഗ്യത്തിന് പൊസിഷൻ മാറിയെന്നുള്ളൂ, എണ്ണം എല്ലാം കറക്റ്റാ. വലത്തെ കയ്യിൽ 7 വരലൊന്നും എന്തായാലും നന്നായി. ചോറ് അധികം വരെ തിന്നാലാ. അത് നല്ലൊരു ഐഡിയ. എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഈടായിട്ട് ഭയങ്കര കഷ്ടകാലോ. അയ്യോ, എന്നെ തല്ലാനായിട്ട് വേറൊരുത്തം കുറച്ചു മുമ്പ് വന്ന് വെല്ലുവിളിച്ച് കുറെ മരുന്നല്ല രാത്രി വന്ന്. ഇവരെ ആരും ഞാൻ നേരത്തെ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ലടാ. അതുകൊണ്ട് എന്നെ പോലുള്ള ഗുണ്ടകൾ എല്ലാവരും അവസാനം പോകാറുള്ള സ്ഥലത്ത് പോവാൻ ഞാൻ തീരുമാനിച്ചു. എവിടാ? ധ്യാനത്തിന്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അത് നല്ല ഐഡിയ. നീ അവിടെ ഇട്ട് അച്ഛന്മാരെല്ലാരും കൂടെ വെട്ടി നിർക്കും എന്നുള്ളത് എന്റെ പേടി. പോട്ടെ എന്നാ. ശരിയാ. അല്ലാതെ ചേട്ടന്റെ ഭാഗ്യം പോലെ എനിക്കിപ്പോ ഒരുത്തരം വിശ്വാസം ഇല്ലടാ. വെട്ടല്ലേ? ഇല്ല, പൊക്കോ പൊക്കോ. അച്ഛന്മാരെ നല്ലൊരു മയം ഉണ്ടാവുന്നേ. പാവ ഇക്രു ആരെങ്കിലും വെള്ളമടിച്ച് വെല്ലുവിളിച്ചിട്ടുണ്ടാവും. അതൊന്നും അല്ല, ഞാനൊരു പണി കൊടുത്തേ. പണി കൊടുക്കേ? എങ്ങനെ? ഞാൻ നമ്മുടെ നാട്ടിലെ സകല ഗുണ്ടകളുടെ അഡ്രസ് തപ്പിപ്പിടിച്ചിട്ട് അവർക്കൊക്കെ ഒരു കത്തെഴുതി ഇക്രു വെല്ലുവിളിക്കാനായിട്ട്. അതല്ലേ 2-3 ദിവസമായിട്ട് ഇക്രു ഓടിയിടം തല്ലുകൊള്ളണം. എന്റെ ദൈവമേ. ആ ദേവന്റെ അടുത്ത കുറിച്ച് വരട്ടെ. ഇതെന്ത് കുറിച്ചാണാവോ? എവിടെയാടാ ഇക്രുവിന്റെ വീട്? എന്ത് കാര്യത്തിനാ പറഞ്ഞു കൊടുക്കണം? ഒരാൾ വഴി വെച്ച് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ? നീ വളവ് ഞാൻ 3ാമത്തെ വീട്. ആരാ മനസ്സിലായില്ല? ഞാൻ ചാമ്പക്കുഴി ജോസ്, പേര് കേട്ട ദാതയാണ്. അവൻ എന്നെ വെല്ലുവിളിച്ചേക്കണം. എന്ത് കാര്യമുണ്ട് ഷാജി? ഒരു സുഖം. മനസ്സുകൊന്നല്ലേ? ഉണ്ടേണ് ഉമ്മ. ഷാജി, നിനക്ക് ചെസ് കളി അറിയാമോ? നല്ല അസലായിട്ട് കളിക്കും. പിന്നെ നിനക്ക് ഉണ്ടേ അറിയാവുന്നോ? പോടാ അവിടുന്ന്. അത്ര സംശയമാണ്. നീ നാളെ രാവിലെ ഗ്രൗണ്ടിലേക്ക് വാ, ഞാൻ ഷോർട്സ് ഇങ്ങോട്ട് വരാം. എന്തിന്? ചെസ് കളിക്കാൻ. ഇതാ നിനക്ക് കളി അറിയില്ല എന്ന് പറഞ്ഞത്. ദാ ഇരുന്ന് കളിക്കുന്നതിനാണ് ചെസ് കളി എന്ന് പറയുന്നത്. ബാ നമുക്ക് കളിക്കാം. ആ ബാടാ വാ. ഞാനിതിങ്ങ് വെട്ടിയേ. അതെ, ഞങ്ങളെ കൂട്ടോ. എടോ, ഇത് 2 പേര് കളിക്കുന്ന കളിയാ. എന്നിട്ട് നിങ്ങൾ 4 പേരാണല്ലോ കളിക്കുന്നത്. അവര് കളി കണ്ടു നിൽക്കണ. നീ കളിയാ കണ്ടോണ്ടിരിക്ക. ഇതെടുത്ത് ഇവിടെ പശുവിനെടുക്കല്ലേ? പശുവിനെടുക്കല്ലേ? എടോ, ഇത് പശുവല്ല, കുതിരയാ. കുതിര കാണട്ടെ. ഇത് അല മാത്രമല്ല, ബാക്കിയുള്ളൊക്കെ എന്ത്? ആലമ്പെടുക്കല്ലേ, പോടുന്നു. ഓരോരുത്തന്മാരങ്ങ് ഇറങ്ങിക്കോളൂ. അതെന്താണ്? ഇത് മന്ത്രി. ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞേക്കട്ടെ. പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, ഒരു കാര്യം പറയാൻ കുറെ നാളെ ഞാൻ തേടി വന്നായിരുന്നു. യാദർശികമായിട്ട് ഇവിടെ കണ്ടുകൊണ്ട് പറയുന്നു, എന്റെ മോക്ക് എല്ലാത്തിനും A+ ഉണ്ട്. എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ മേടിച്ചു പ്ലീസ്. താൻ എന്തോട് കാണിക്കുന്നു? കളി ഉളവാക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. നീ കളിച്ചേ. രാജാവിനെ കളത്തിലിറക്കി കളിക്കല്ലേ? നീ എവിടത്തെ? ഇയാള് വലിയ ആളാവല്ല, ഇത് രാജാവല്ല, ആളാണ്. എന്തത്? നീ ദിനോസർ ഇറക്ക്. ദിനോസർ ഈ കളിയില്ല. നീ മാറിക്ക, മാറ്. ചക്കിപ്പരുന്നിറക്കി കളിക്കേണ്ട സ്ഥലത്ത്. ചെക്ക്. അത് തന്നെ. എന്ത് മണ്ടത്തിനോട് എന്തത്? കളിക്കാൻ അറിയില്ലേ, വെറുതെ കിടന്നുണ്ട്. ആ തേരക്ക് ഇവിടെ വെച്ച് കളി കളി. ഞാൻ ആമേനെ വെച്ച്. എങ്കിലേ മൂയിലിറക്കും മോനെ. കളിക്കാൻ ഞാൻ നീ പറഞ്ഞ എന്തിനാ? നീ കളിക്കുമ്പോ സ്വയം കളിക്ക്. കളിക്ക്. പിന്നെ ഇതിവിടെ വെക്കരുതെന്ന്. നിന്റെ നെഞ്ചത്തൊന്നല്ല ഇരിക്കണത്. നീ കളിച്ചേ തൊലച്ച്. അത് കളിക്കല്ല, മാറ്റി അങ്ങോട്ട് മാറിക്കടാ. കുറുക്കനിറക്കല്ലേ? ഇനി നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് കളിക്കാം. ദർശനം തെറ്റണോണ്ട കുഴപ്പം. ഇപ്പൊ കളി മാറിപ്പോവും. ഞങ്ങളിപ്പോ പാമ്പും കൂടെ കളിക്കാൻ പോണത്. ചേട്ടന്മാരെ വന്നിട്ടുണ്ടെങ്കിൽ വാ, അവന്മാരെ അവിടെ ഇരുന്ന് കടങ്ങ് കളിക്കട്ടെ. കളിക്കാൻ നടക്കണം. താണ്ടാ വന്നടാ ലാലേട്ടന്റെ അച്ഛൻ. ഇങ്ങോട്ട് തന്നെ ആട്ടോ. ഞാൻ നിന്നൊന്ന് കാണാൻ വന്നതാ. ഇപ്പൊ കണ്ടില്ലേ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മര്യാദക്ക് സൈക്കിൾ കട നടത്തിയിരുന്ന എന്റെ മകൻ സോഹൻലാൽ ഇപ്പൊ മോഹൻലാലായിട്ട് നടക്കും. അപ്പൊ അവൻ രക്ഷപ്പെട്ടില്ലേട്ടാ, മോഹൻലാലായിട്ടല്ലേ കമ്പനി. നീ ഇടപെടണ്ട, എനിക്ക് ഷാജിയായിട്ടാ പറയാനുള്ളത്. എന്റെ മോനെ കൊണ്ട് മോഹൻലാലിന്റെ കോലം കെട്ടിച്ചത് നീയാണെന്നാണ് ഈ നാട്ടുകാരി പറയണത്. നിനക്കറിയാമോ കഴിഞ്ഞ ദിവസം അവരുണ്ടാക്കി വെച്ച പുകിലി? ഞാൻ പവിത്ര എന്ന് വിളിച്ചിട്ട് നിങ്ങൾ ആരും എന്താ വിളിയാക്കാത്തത്? അതിന് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും പവിത്രന്മാരില്ലല്ലോ. എന്നാ പോ മോനെ ദിനേശ. ഇവിടെ ദിനേശനുമില്ല, ഈ നിൽക്കുന്ന രമേശനുണ്ട്. എന്നാ രമേശ, നിന്റെ അച്ഛന്റെ ചിതാഭസ്മം പരിശുദ്ധമായി ഈ പുഴയിൽ ഒഴുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? ഒന്ന് പോടേക്കാം.